നമുക്കിന്നൊരു ബ്രൊക്കോളി റെസിപ്പി നോക്കിയാലോ. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞളും ചേർത്തിട്ടുള്ള വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് വെക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക്, അതുപോലെ ചോപ്പ് ചെയ്ത സവോള, ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പിലയും. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചു. അപ്പോൾ ബ്രൊക്കോളി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ബ്രൊക്കോളി ഉണ്ടല്ലോ ചോപ്പ് ചെയ്തെടുക്കാൻ പോവാം. നമ്മൾ അരിയാനാണെങ്കിൽ കുറേ ടൈം എടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാധനം ഇതിലേക്ക് ഇടണം. ചോപ്പ് ചെയ്തിട്ടുള്ള സവോള, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഒക്കെ ഞാൻ ഇതിലേക്ക് ഇടുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഞരടി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ബ്രൊക്കോളി തോരൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ഇതിപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കി എടുത്തു. പക്ഷെ ഞാൻ ഒരു കാര്യം മറന്നു, ഇതിൽ കുറച്ച് തേങ്ങയും കൂടെ ആഡ് ചെയ്യണം. നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. തേങ്ങയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങയും ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രൊക്കോളി തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുക്കുക, പിന്നെ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടിത്തീർന്നു. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള ബ്രൊക്കോളി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. നന്നായിട്ട് ഇളക്കുക. ഇതൊരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ബ്രൊക്കോളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്.